പല്ലും തേച്ച് രാവിലെ തന്നെ ഇങ്ങനെ പറമ്പിലൂടെയും മുറ്റത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് എന്തോ ഓർമ്മ വന്നത്. ഞാൻ നട്ട ചെടി വലുതായോ എന്ന് നോക്കാൻ വന്നു. ഇതാണ് മുട്ടച്ചീര എന്ന് നമ്മൾ പറയുന്നൊരു ചീര. ആക്ച്വലി ഞാൻ ഇതിൻ്റെ തോരൻ വെക്കാൻ വേണ്ടി ഞാനിതൊക്കെ മുറിച്ച് ഇലകളൊക്കെ പൊട്ടിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് ഇതൊരു കണ്ടൻ്റാക്കിക്കൂടാന്ന്. കാരണം ഇത് ആദ്യത്തെയാണ് ഞാൻ നട്ട് വളർത്തിയ അമ്മയും ഞാനും കൂടി പന്തൽ കെട്ടി ഇങ്ങനെ പൊന്തിച്ച് കൊണ്ടുവന്ന്. എല്ലാ ദിവസവും ഞാൻ പൊന്തിച്ച് പറയല്ല, എല്ലാ ദിവസവും ഞാനിങ്ങനെ വന്ന് നോക്കും. അത് നമ്മളൊരു ചെടി നട്ട് അതിങ്ങനെ പരിപാലിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും. എത്ര വലുതായി എല്ലാ ദിവസവും വരും. അങ്ങനെ ഇന്ന് ആ ഒരു ദിവസം ഞാനിൻ്റെ ആദ്യത്തെ ഇല പറിച്ചിട്ട് മുട്ടയും കൂടി ഇട്ടിട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ വീഡിയോ ആണ് ഞാനിന്ന് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. നോർമൽ എങ്ങനെയാണോ തോരൻ ഉണ്ടാക്കുന്നത് അതുപോലെ തോരൻ ഉണ്ടാക്കുന്നു. ഞാൻ എൻ്റെ ചെടീനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഇതണ്ട, എല്ലാ ദിവസവും അച്ചമ്മയ്ക്ക് കർമൂസ് ഇട്ടൊരു കറി വേണം. അതിനോ ഇതിൻ്റെ നീളത്തിലുള്ള ഒരു തോട്ടിയും ഇല്ല അമ്മക്ക് പറിക്കാൻ. അപ്പം എന്തേന്നറിയാം, ഞാൻ അവിടെ പോയിട്ടൊരു കുലുക്കും, ഇങ്ങനെ 2-3 കുലുക്ക് വീകുമ്പോൾ തലേൻ്റെ മണ്ടത്ത് നോക്കിയാൽ മതി വീകുമോയെന്ന്. ഇങ്ങനെ വീണോളൂ. നീളത്തിലുള്ളത് തോട്ടീൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് ഇതിൻ്റെ തോരനായിരിക്കും, മുട്ടയിട്ട തോരൻ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് മുട്ടച്ചീര എന്ന് പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാമെന്നൊന്ന് പറയണേ. നമ്മൾ മുട്ടച്ചീര എന്ന് പറയും. ഇതാണോ പാലക് ചീര? ആയിരിക്കില്ല അല്ലേ. ഞാൻ സാധനം അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ആധികാരികമായി ഒന്നും സംസാരിക്കുന്നില്ല. എന്തായാലും നല്ല ഹെൽത്തി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. ചെറുപ്പത്തിൽ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ചെറുപ്പത്തിൽ മീൻസ് ഞാനൊരു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ച സാധനമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് എനിക്ക് കഴിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ നമ്മളൊരു മൂത്തച്ഛൻ മരിച്ച് 41-ന് അവരെ വീട്ടിൽ ചെന്നപ്പോൾ അവരെ വീട്ടിൽ ഇതിൻ്റെ ഒരു കറുത്ത കായ ഉണ്ടാവുക. അത് നല്ല മൂത്ത് കഴിയുമ്പോൾ കറുത്ത കായ ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറേ പറിച്ച്. അപ്പോൾ മൂത്ത പറഞ്ഞ് അതിങ്ങനെ വിതറിയാൽ മഴക്കാലത്ത് പൊടിച്ചോളും. അങ്ങനെ കഴിഞ്ഞ വേനൽക്കാലത്ത് വരുന്ന വഴിക്കും അവരൊക്കെ പറമ്പിലൊക്കെ ഞാനതിങ്ങനെ ഇട്ടിട്ടുകൊണ്ട് വന്നു, എവിടെയെങ്കിലും മുളയ്ക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ പറമ്പിൽ 2 ചെടിയാണ് മുളച്ചത്. ഇതിനൊന്ന് താഴെ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. അതും ഉഷാറായിട്ടില്ല. ഉഷാറായി വരുന്നു. അങ്ങനെ 2 ചെടികൾ വളർന്നു വലുതായി. ഇന്ന് അത് എന്നതിനെ പറയാം, വിളവെടുത്തു. യെസ്, നമുക്കതിൻ്റെ തോരൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. ബായ്. ഇനി അടുത്ത വീഡിയോ ഇൻട്രോ ആയിരിക്കും, അല്ല ഔട്ട്രോ ആയിരിക്കും. അതിൽ ഞാൻ എൻ്റെ തോരൻ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ബായ്. പല്ല് തേക്കട്ടെ. പക്ഷപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട ചില ഇതാണ് കേട്ടോ, നല്ല ഫ്രഷ് ഇല. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് ഗേസ്. ഇത് തേങ്ങയും അതുപോലെ തന്നെ മുട്ടയും ഒരുമിച്ച് മിക്സാക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണില്ല, ലൈറ്റ് നോക്കട്ടെ. മീൻകറി എപ്പോൾ റെഡി ആയിട്ടുണ്ട്. മീൻകറി ഇതാ വെല്ലമ്മ ഇങ്ങനെ ഭയങ്കര പുകയാണ്. മീൻകറി ഇപ്പോൾ വെല്ലമ്മ ലേറ്റായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ വെല്ലമ്മ എന്നെ കഴുകി തന്നു. ഞാനിങ്ങനെ ഉള്ളിയും മുളകും ഇതൊക്കെ വഴറ്റിയിട്ട് അത് വഴറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ തോരൻ നല്ല വെളിച്ചത്തിന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തോരൻ. ഫൈനലി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഓക്കെ, ബായ്. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു എന്ന് വെച്ച് പാത്രമൊക്കെ കഴുകി വെക്കാൻ നിൽക്കുമ്പോഴാണ് വെല്ലമ്മ അതിൻ്റെ സൈഡിൽ മീൻ പൊരിക്കാൻ തല വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും കൂടി പൊരിച്ച് വെക്കട്ടെ. ബായ്.